നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ നൽകിയ മുറിവുകൾ ഉണങ്ങും മുന്നേ തന്നെ പ്രവാസ ലോകത്ത് തീരാ നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ബഹ്റൈൻ പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയുടെ വേർപാടിൽ സ്വദേശി ജനതയോടൊപ്പം തന്നെ ദുഃഖം പങ്കിടുകയാണ് രാജ്യത്തെ പ്രവാസികളും. മനുഷ്യത്വപരവും സ്നേഹാർദ്രവുമായ നിലപാടുകൾ കൊണ്ട് പ്രവാസികൾക്കും ഏറെ പ്രിയങ്കരനായ നേതാവ് കൂടിയാണ് അദ്ദേഹം. പല ഘട്ടങ്ങളിലും പ്രവാസികൾക്ക് സഹായകരമായി നിലകൊണ്ട ഭരണാധികാരി വിടവാങ്ങുമ്പോൾ രാജ്യത്തെ ഇന്ത്യക്കാരും സ്വദേശികളോടൊപ്പം ഏറെ ദുഃഖം പങ്കിടുകയാണ്. ഏതൊരു സാഹചര്യത്തിലും കാരുണ്യവും സഹാനുഭൂതിയും പ്രകടമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകൾ. ക്ഷയരോഗബാധിതനായി മരിച്ച ഭാര്യയുടെ മൃതദേഹം ചുമക്കേണ്ടി വന്ന് നിസ്സഹായതയുടെ പ്രതീകമായി തീർന്ന ഒഡീഷയിലെ ധനാമച്കിയുടെ വാർത്താ പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉടൻ തന്നെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തെ സഹായിക്കാൻ അദ്ദേഹം രംഗത്തെത്തുകയും ചെയ്തു. ദുരിതമനുഭവിച്ച നിരവധി പ്രവാസികൾക്ക് നാടണയുന്നതിനും വിവിധ സന്ദർഭങ്ങളിലായി അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് ഖലീഫയുടെ നിര്യാണത്തിൽ UAE ഭരണാധികാരികളായ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ, വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. ഫുജൈറ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർഖിയും അനുശോചനം അറിയിച്ചു. അതേസമയം ബഹ്റൈൻ പ്രധാനമന്ത്രി ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയുടെ നിര്യാണത്തെ തുടർന്ന് കിരീടാവകാശി പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയെ പുതിയ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ചു. 2020 44ാമത് റോയൽ ഉത്തരവിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഉത്തരവിറക്കിയ തീയതി മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരികയും അത് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ പീയൂഷ് ശ്രീവാസ്തവയും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യൻ സമൂഹത്തോട് കരുതലും സ്നേഹവും കാട്ടിയ ഭരണാധികാരി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അനുശോചന സന്ദേശത്തിൽ അനുസ്മരിക്കുകയും ചെയ്തു. ബഹ്റൈനിലെ വിവിധ പ്രവാസി സംഘടനകളും പ്രധാനമന്ത്രിയുടെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.